പാലക്കാട്ടെ ബ്രൂവറി അനുമതിയിൽ CPIയുടെ എതിർപ്പ് തണുപ്പിക്കാനാണ് CPMന്റെ നീക്കം. പ്രദേശത്ത് കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ലെന്ന് ഉറപ്പു നൽകും. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് കമ്പനി ഉറപ്പു നൽകിയത് CPIയെ അറിയിക്കും. പ്രതിപക്ഷ പ്രതിഷേധം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയെന്നും CPI അറിയിക്കും. ബ്രൂവറി അനുവദിച്ചതുമായി ബന്ധപ്പെട്ട LDFൽ വ്യത്യസ്ത അഭിപ്രായവുമുണ്ട്. സ്വാന്തന സാജുവാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സ്വാന്തന, ഗുഡ് മോർണിംഗ്. ബ്രൂവറി വിവാദത്തിൽ CPIയുടെ നിലപാട് CPMനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. CPI ഉന്നയിക്കുന്ന പ്രധാന കാര്യമെന്ന് പറയുന്നത് അവർ വികസനത്തിന് എതിരല്ല, പക്ഷേ കുടിവെള്ള പ്രശ്നം അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. അവിടെയുള്ള കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു വികസന പദ്ധതിയും വേണ്ട എന്നാണ് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം പറയുന്നത്. അപ്പോൾ ഇക്കാര്യത്തിൽ CPIയെ തണുപ്പിക്കാൻ CPM സ്വീകരിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കും? ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്രൂവറി വിഷയത്തിലുള്ള CPIയുടെ ആ ഒരു എതിർപ്പ് അത് തീർച്ചയായിട്ടും CPMനെ വലിയ രീതിയിൽ തന്നെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ആ ഒരു പ്രതിരോധത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി ഇപ്പോൾ CPIയുമായി കാര്യങ്ങൾ പറഞ്ഞൊരു ധാരണയിൽ എത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് CPM എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭൂഗർഭ ജലം ഉപയോഗിക്കാൻ കഴിയില്ല ഈ പ്ലാന്റിന് വേണ്ടി. അത് വികസനത്തിനൊരെതിരായി നിൽക്കുന്നത് കൊണ്ടല്ല, മറ്റേ ഒരു പ്രത്യേകിച്ച് ആളുകൾക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് വെള്ളമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂഗർഭ ജലം ഉപയോഗിച്ചുകൊണ്ട് ഈ പദ്ധതി നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് CPI ആദ്യം മുതൽക്ക് തന്നെ പറഞ്ഞിരുന്നത്. വികസനത്തിനെതിരായതുകൊണ്ടല്ല എന്നും ആദ്യം മുതൽക്ക് തന്നെ ബിനോയ് വിശ്വം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ അത്തരത്തിലല്ല, ഈ ഭൂഗർഭ ജലം ഈ ഒരു പ്ലാന്റിന് വേണ്ടി ഉപയോഗിക്കില്ല, അത് കമ്പനി ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷം ഇത്തരത്തിൽ പല സമയങ്ങളിലായി ഈ ഒരു പദ്ധതി മുന്നോട്ടേക്ക് വെച്ച സമയം മുതൽക്ക് തന്നെ പ്രതിപക്ഷം ഇതിൽ എതിർപ്പറിയിക്കുന്നതാണ്. വലിയ രീതിയിലുള്ള ഒരു തർക്കങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതുമാണ്. അത് മാത്രമല്ല പല തരത്തിലുള്ള എതിർപ്പ് ഇന്നലെ പോലും ഇപ്പോൾ മുരളീധരനൊക്കെ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു തരത്തിലും ഈ പ്ലാന്റ് വരാൻ അനുവദിക്കുകയില്ല, അത് എന്ത് ചെയ്തിട്ടാണെങ്കിലും പ്ലാന്റ് വരാൻ അനുവദിക്കുകയില്ല എന്ന് കോൺഗ്രസ് പല തവണയായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ മുന്നോട്ട് വെക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നത്, ഇത്ര ആരോപണങ്ങളൊക്കെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ്. അതുകൊണ്ട് അതിനെ ആ രീതിയിൽ തന്നെ കാണണം. ഇത്തരത്തിൽ ഈ ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഈ CPIയെ തണുപ്പിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ CPM നടക്കുന്നത്. മാത്രവുമല്ല, ദിവ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ LDFിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ CPI പല ഘട്ടങ്ങളിലായി പറയുന്നുണ്ടായിരുന്നു ഇത് നടപ്പാക്കാൻ സാധിക്കില്ല, പ്രത്യേകിച്ച് ഈ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയും വേണ്ട എന്നും പറയുന്നുണ്ടായിരുന്നു. ഇന്നലെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നടന്നിട്ടുണ്ടായിരുന്നു. അതിലും ഈ ഒരു കാര്യം തന്നെയാണ്, ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഏറ്റവും പ്രധാനമായി ചർച്ചയ്ക്ക് വന്നത്. അപ്പോൾ ഈ പാലക്കാട്ടെ CPI അംഗങ്ങൾ പറയുന്ന കാര്യം അത് മുഖവരയ്ക്ക് എടുക്കണം, അത് വളരെ അത് അങ്ങനെ തന്നെ കാണണം. കാര്യം അത്തരത്തിലൊരു കുടിവെള്ള പ്രശ്നം ഉണ്ടാകുകയാണെങ്കിൽ അത് ജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടി മുൻനിർത്തി ആയിരിക്കണം ഈ ഒരു പ്ലാന്റ് വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനെന്ന് ഇന്നലത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അത് LDF യോഗത്തിൽ അറിയിക്കാനും ഇന്നലത്തെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഈ CPI മന്ത്രിമാരടക്കമുള്ള മന്ത്രിമാർ ചർച്ച ചെയ്ത ആ ഒരു മന്ത്രിസഭാ യോഗത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ബ്രൂവറി പാലക്കാട് കൊണ്ടുവരാനുള്ള തീരുമാനമായത്. പക്ഷേ അന്ന് ഈ ഇത്തരത്തിൽ ഈ പ്ലാന്റിനെ അംഗീകരിക്കണം അല്ലെങ്കിൽ അതിനെ എതിർപ്പ് ഏതെങ്കിലും നൽകണമോ അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കണമോ എന്നുള്ള ചോദ്യത്തിന് അതിനെ അനുകൂലിച്ചോളൂ എന്നുള്ള നിലപാട് തന്നെയാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് CPIയിൽ നിന്ന് ഉണ്ടായത്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലാന്റിനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്തെത്തിയെന്ന CPI മന്ത്രിമാരും ഈ ഒരു എക്സിക്യൂട്ടീവ് യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ വരും ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും. എന്ത് തന്നെയായാലും CPIയുടെ എതിർപ്പിനെ എങ്ങനെയെങ്കിലും ഒന്ന് തണുപ്പിച്ചുകൊണ്ട് ഈ പ്ലാന്റുമായി മുന്നോട്ടേക്ക് പോകാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോൾ CPM ഉള്ളത്. ദിവ്യ, ഇന്നലെ എന്തായാലും സംസ്ഥാന എക്സിക്യൂട്ടീവിൽ CPI പാലക്കാട് നേതൃത്വത്തിന്റെ എതിർപ്പ്, ബ്രൂവറിക്കെതിരായ എതിർപ്പ് ചർച്ചയായിരുന്നു. സ്വയം വിമർശനമടക്കം യോഗത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ എതിർപ്പ് LDFനെ അറിയിക്കാൻ തന്നെയാണ് CPI തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും CPIയെ അനുനയിപ്പിക്കാൻ, തണുപ്പിക്കാനുള്ള ശ്രമങ്ങളും CPM നടത്തിവരുന്നുണ്ട്. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.